എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ സിമ്പിൾ മോരുകറിയാണ്. നാളികേരം അരച്ചൊന്ന് കടുക് വറുത്ത് ചേർത്താൽ നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മോരുകറി റെഡിയാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമായ ഈ ഒരു കറി റെസിപ്പി നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള സിമ്പിൾ മോരുകറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ പ്രത്യേകമായിട്ടൊരു കാര്യം പറയട്ടെ കേട്ടോ. നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ തരാൻ മറന്നു പോകുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. ലൈക്കുകൾ തന്നുകൊണ്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തപ്പെടുന്നതും. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. മോരുകറി തയ്യാറാക്കാനും വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നല്ല കട്ട തൈര് 1 ഗ്ലാസ് അളവെടുത്തിട്ടുണ്ട്. നല്ല പുളിപ്പുള്ള തൈരാണ് കേട്ടോ. ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു നല്ല ജീരകം, ഒരു 3-4 ചുള കൊച്ചുള്ളി, 2 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം ചേർത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. മോരുകറിക്കുള്ള നാളികേരം എടുക്കുമ്പോൾ ഇളയ നാളികേരം എടുക്കുവാണെങ്കിൽ മോരുകറിക്ക് നല്ല കൊഴുപ്പും അതുപോലെ നല്ല ടേസ്റ്റൊക്കെ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഒന്ന് മാറ്റാം. നമ്മളിതെല്ലാം കൂട്ടിച്ചേർത്ത് ഒറ്റടിക്ക് തന്നെയാണ് അരച്ച് എടുക്കുന്നത്. അതുപോലെ നാളികേരത്തിലേക്ക് ഈ ഒരു തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒറ്റടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാനും സാധിക്കും. അല്ലെങ്കിൽ തൈര് അടിച്ചെടുക്കുമ്പോൾ ലൂസായി വരുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ മൂടിയൊക്കെ തുറന്നു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ കട്ടത്തൈര് കുറച്ചൊഴിച്ച് മാത്രം അരച്ചെടുക്കുക. ഞാനിപ്പോൾ നാളികേരത്തിലേക്ക് ഇത്രയും തൈര് ചേർത്താണ് അരച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് കൂടി ചേർത്ത് ഒന്ന് കറക്കിയെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ നാളികേരം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത നാളികേരം ഒരു മൺചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. കൂടെ തന്നെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഇത്രയും കട്ടിയായിട്ടാണ് ഈ ഒരു മോരുകറി കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ലൂസായിട്ടാണ് വേണമെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ ഒരു നുള്ളു കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് മോരുകറി തയ്യാറാക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക സ്വാദും മണമൊക്കെ കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര കൂടി ചേർത്ത് മോരുകറി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കിട്ടുക. ഇനി ഇതിലേക്ക് എരിവിനായിട്ടുള്ള പച്ചമുളക് കൂടി ചേർക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായ പച്ചമുളകാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കാം. മോരുകറി അധികം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാകും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മോരുകറി ഇവിടെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും ഇതൊന്ന് വാങ്ങി വെച്ചതിന് ശേഷം നമുക്കൊരു താളിപ്പ് കൂടെ തയ്യാറാക്കാം. താളിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. ഇപ്പോൾ കടുക് നല്ല പോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർക്കാം. ഉലുവയും കടുകും ഒക്കെ നല്ലവണ്ണം പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കൊച്ചുള്ളി ചേർക്കാം. ഞാനിവിടെ ഒരു 4 ചുള കൊച്ചുള്ളിയാണ് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. കൊച്ചുള്ളിയും ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോരുകറിയിലേക്കാണ് ഈ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ മോരുകറി ഒന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ മോരുകറി ഇതേ ഒരു പാകത്തിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ളതും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന രുചികരമായിട്ടുള്ള മോരുകറി നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു 3 മിനിറ്റ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും എത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.